എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുരേഷ് എന്നാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താ പറയുക, ക്ലാസിക്കൽ തിയറീസ് നമ്മൾ എടുത്തു. ബ്യൂറോക്രസി, അഡ്മിനിസ്ട്രേറ്റീവ് അപ്രോച്ച്, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അപ്രോച്ച്, ഇതൊക്കെ നമ്മൾ നോക്കിയതാണ്. ഈ ക്ലാസിക്കൽ തിയറീസിൽ ഉണ്ടായ വലിയൊരു ന്യൂനത എന്ന് പറയുന്നത്, അവിടെ ജോലി ചെയ്യുന്ന വ്യക്തികളുടെ അവരുടെ മാനസികാവസ്ഥ എന്താണ്, അവരുടെ വ്യക്തിത്വം എന്താണ്, അവരുടെ പെരുമാറ്റം എന്താണ്, ഇതിനെക്കുറിച്ചൊന്നും യാതൊരുവിധ തരത്തിലുള്ള റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പകരം ഒരു ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് ഓർഗനൈസേഷൻ്റെ ഭരണം നടത്തേണ്ടത് എന്ന് മാത്രമാണ് ഈ ക്ലാസിക്കൽ തിയറീസിൽ പറഞ്ഞത്. ഇത് മാറി വ്യക്തികളുടെ പെരുമാറ്റത്തെക്കുറിച്ച്, അവരുടെ ഓർഗനൈസേഷനിലെ ബിഹേവിയറിനെ കുറിച്ച് ഒക്കെ പഠനങ്ങൾ നടക്കുന്നത് ഏകദേശം 1930കളിലും 40കളിലൊക്കെയാണ്. അതിനുശേഷം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ബിഹേവിയറലിസ്റ്റ് തിയറികൾ എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം തിയറികൾ വരികയും അഡ്മിനിസ്ട്രേഷൻ്റെ അപ്രോച്ചുകൾ വളരെയധികം ചേഞ്ച് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ കാരണമായിട്ടുള്ള ഏറ്റവും സ്റ്റാർട്ടിങ്ങിലുള്ള പൈനിയേഴ്സ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് എൽട്ടൺ മേയോയും അതുപോലെ തന്നെ ഹെർബർട്ട് സൈമണും. ഓക്കെ, നമുക്ക് എൽട്ടൺ മേയോയെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. എൽട്ടൺ മേയോൻ്റെ അപ്രോച്ചിനെ നമ്മൾ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് എന്നാണ് പറയുക. ഇത് ക്ലാസിക്കൽ തിയറീസിനോട് തൊട്ട് ശേഷം ഉണ്ടായത് അതുകൊണ്ട് തന്നെ നമ്മൾ ന്യൂ ക്ലാസിക്കൽ തിയറി എന്നും ഈ ന്യൂ ഹ്യൂമൻ റിലേഷൻ തിയറിനെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഹ്യൂമൻ റിലേഷൻ തിയറി ഉണ്ടായത് എന്ന് നമുക്ക് നോക്കാം. കുറച്ച് എക്സ്പെരിമെൻറ്റുകൾ നടത്തിയിട്ടാണ് ഈ ഒരു തിയറി ഉരുത്തിരിഞ്ഞു വന്നത്. ആ എക്സ്പെരിമെൻറ്റിൻ്റെ പേരാണ് ഹോത്തോൺ എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ഹോത്തോൺ എക്സ്പെരിമെൻറ്റ്സ്. ഇത് PSC ഒരു തവണ നമ്മുടെ LSGSൻ്റെ പ്രിലിംസിന് ചോദിച്ചിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഹ്യൂമൻ റിലേഷൻസ് തിയറി ഡെവലപ്പ് ചെയ്യാൻ കാരണമായിട്ടുള്ള എക്സ്പെരിമെൻ്റ് ഏതാണെന്ന് ഒരു ജനറൽ PSCയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അഡ്മിനിസ്ട്രേഷനിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഹ്യൂമൻ ആസ്പെക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എക്സ്പെരിമെൻ്റ് ആണിത്. ഓക്കെ, അതിൻ്റെ പേരാണ് ഹോത്തോൺ എക്സ്പെരിമെൻറ്റ്. ഇത് ലീഡ് ചെയ്തത് എൽട്ടൺ മേയോ ആണ്. ഓക്കെ, അപ്പോൾ എൽട്ടൺ മേയോ എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് വെച്ചാൽ, ഒരു വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കമ്പനീസിൻ്റെ ഹോത്തോൺ വർക്ക്സ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട് ചിക്കാഗോയിൽ, അമേരിക്കയിൽ. അപ്പോൾ ഈ ഹോത്തോൺ വർക്ക്സ് ഹോത്തോൺ വർക്ക് എന്ന് പറഞ്ഞ യൂണിറ്റിലാണ് ഈ എക്സ്പെരിമെൻറ്റുകൾ നടത്തുന്നത്. ആയിരക്കണക്കിന് എംപ്ലോയീസ് ഉള്ള വലിയൊരു കമ്പനിയാണ് വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കമ്പനി. ഈ ടെലിഫോണിൻ്റെ അങ്ങനത്തെയൊക്കെയുള്ള പാർട്സുകളൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ഇത്. 1924 മുതൽ 1932 വരെയാണ് ഈ എക്സ്പെരിമെൻറ്റുകൾ ഉണ്ടായിരുന്നത്. ഈ എക്സ്പെരിമെൻ്റ് ഒരൊറ്റ എക്സ്പെരിമെൻ്റ് അല്ല, പല എക്സ്പെരിമെൻറ്റുകൾ ഉണ്ട്. അതിൽ ഓരോ എക്സ്പെരിമെൻറ്റും ഞാൻ വേർതിരിച്ച് പറയുന്നില്ല. ഒരു ബാങ്ക് വയറിംഗ് ഒബ്സർവേഷൻ റൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്, തേർഡ് എക്സ്പെരിമെൻ്റ് നമ്മൾ പറയുന്നത്. ആ എക്സ്പെരിമെൻ്റ് മാത്രം നമ്മൾ സെപ്പറേറ്റ് പഠിക്കും. ബാക്കിയുള്ള എല്ലാതും ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി. ഈ ഹോത്തോൺ എക്സ്പെരിമെൻറ്റിൽ നടന്നിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ അറിയണം, അത്രമാത്രം മതി. ഓക്കെ, അതിൽ ഫസ്റ്റ് ഇലൂമിനേഷൻ എക്സ്പെരിമെൻറ്റ്സ്. ഓക്കെ, ഇലൂമിനേഷൻ എക്സ്പെരിമെൻറ്റ്സ്. അടുത്തത് റിലേ അസംബ്ലി ടെസ്റ്റ് റൂം എക്സ്പെരിമെൻറ്റ്. ഓക്കെ, മൂന്നാമത്തത് ബാങ്ക് വയറിംഗ് ഒബ്സർവേഷൻ റൂം. പിന്നത് അടുത്തത് ഇൻ്റർവ്യൂസ് ആണ്, അവിടെ നടന്നിട്ടുള്ള ഇൻ്റർവ്യൂസും സോഷ്യോളജിക്കൽ സ്റ്റഡീസും. ഓക്കെ, ഇതൊക്കെ എന്തിനാണ് നടത്തിയതെന്ന് വിചാരിച്ചാൽ, ഈ ഫിസിക്കൽ കണ്ടീഷൻ ജോബ് ചെയ്യുമ്പോൾ അവിടെയുള്ള ഫിസിക്കൽ കണ്ടീഷൻ എങ്ങനെയാണ് ജോബിൻ്റെ ഔട്ട്പുട്ടിനെ, അവരുടെ എഫിഷ്യൻസിനെ അഫക്റ്റ് ചെയ്യുന്നത്, വർക്കേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്ന് പഠിക്കുന്ന ഒരു കൂട്ടം എക്സ്പെരിമെൻറ്റ്സ് ആയിരുന്നു. ഓക്കെ, ഇങ്ങനെ വാട്ട് വാസ് സ്റ്റഡീഡ് ഹൗ ചേഞ്ചസ് ഇൻ ലൈറ്റിംഗ് അഫക്റ്റ് പ്രൊഡക്ടിവിറ്റി. ഈ ഇലൂമിനേഷൻ എക്സ്പെരിമെൻറ്റ്സിലാണ് ഈ ലൈറ്റിങ് നോക്കിയത്. ഹൗ ചേഞ്ചസ് ഇൻ അവേഴ്സ് ആൻഡ് അതർ വർക്കിംഗ് കണ്ടീഷൻസ് അഫക്റ്റ് പ്രൊഡക്ടിവിറ്റി. ഇത് മറ്റേ റിലാക്സ് അസംബ്ലി ടെസ്റ്റ് റൂം എക്സ്പെരിമെൻറ്റിലാണ് എങ്ങനെയാണ് വർക്കിംഗ് അവേഴ്സ് ചേഞ്ച് ചെയ്യുന്നത്, അതുപോലെ തന്നെ അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുന്നത്, സൂപ്പർവൈസേഴ്സിൻ്റെ അപ്രോച്ച് ചേഞ്ച് ചെയ്തിട്ട് ഒക്കെ നോക്കിയിട്ടാണ്
ഈ എക്സ്പെരിമെൻ്റ് നടന്നത്. ഹൗ ചേഞ്ചസ് ഇൻ ഫുഡ് ആൻഡ് റെസ്റ്റ് ടൈം അഫക്റ്റ് പ്രൊഡക്ടിവിറ്റി, അതുപോലെ തന്നെ ഹൗ വർക്കർ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് സെൻറ്റിമെൻറ്റ്സ് അഫക്റ്റ് പ്രൊഡക്ടിവിറ്റി. വർക്കേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡും സെൻറ്റിമെൻറ്റ്സും എങ്ങനെ പ്രൊഡക്ടിവിറ്റീനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പിന്നെ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് കണ്ടെത്തിയത് എന്നുള്ളതാണ് വളരെ നിർണായകമായത്. അപ്പോൾ അതിൽ അവർ വിചാരിച്ച ഒരു ഔട്ട്പുട്ട് അല്ല അതിൽ കിട്ടുന്നത്. അതിൻ്റെ ഡിസ്കവറി വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ്ഡ് ഈവൻ വർക്കിംഗ് കണ്ടീഷൻസ് വേഴ്സൻഡ്. വർക്കിംഗ് കണ്ടീഷൻ മോശമായപ്പോഴും പ്രൊഡക്ടിവിറ്റി കൂടുകയാണ് ഉണ്ടായത്. നോൺ ഫിസിക്കൽ ഫാക്ടേഴ്സ് ലൈക്ക് സോഷ്യൽ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഗ്രൂപ്പ് ഡൈനാമിക്സ് ഇൻഫ്ലുവൻസ്ഡ് പ്രൊഡക്ടിവിറ്റി മോർ ദാൻ ഫിസിക്കൽ ഫാക്ടേഴ്സ്. നോൺ ഫിസിക്കൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഈ സോഷ്യൽ സാറ്റിസ്ഫാക്ഷൻ, അതുപോലെ തന്നെ ഈ ഗ്രൂപ്പ് ഒരു വർക്കിംഗ് ഗ്രൂപ്പ് തമ്മിലുള്ള അവരുടെ ഡൈനാമിക്സ്, ഇതൊക്കെയാണ് ഫിസിക്കൽ കണ്ടീഷനേക്കാളും കൂടുതൽ എംപ്ലോയീസിനെ അഫക്റ്റ് ചെയ്യുന്നത്. സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് മോട്ടിവേറ്റ് എംപ്ലോയീസ് അലോങ് സൈഡ് എക്കണോമിക് ഇൻസെൻറ്റീവ്സ്. ഇതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതായത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള നീഡുകളാണ് ഇവരെ എക്കണോമിക് ഇൻസെൻറ്റീവ്സിനേക്കാളും. നമ്മൾ ഏതെങ്കിലും ഒരു വർക്കിന് ഇൻസെൻറ്റീവായിട്ട് കൊടുക്കുക, കൂടുതൽ പൈസ കിട്ടുന്നു എന്നുള്ളതല്ല, അതല്ലാതെ തന്നെ സൈക്കോളജിക്കലായിട്ടും മനുഷ്യൻ്റെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കമ്പനിയിൽ വർക്ക് ചെയ്യും. ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് കണ്ടെത്തി വളരെ എന്താ പറയുക ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ബാങ്ക് വയറിംഗ് ഒബ്സർവേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ മാത്രം പോരല്ലോ, ഈ സൈക്കോളജിക്കലും ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വർക്കിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കി വെക്കാം. അപ്പോൾ ഈ വർക്ക് ബാങ്ക് വയറിംഗ് എക്സ്പെരിമെൻറ്റിൽ എന്താണ് ചെയ്തതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു പ്ലാൻ വെച്ചു, ഇൻസെൻറ്റീവ് കൊടുക്കുക എന്ന് വെച്ചാൽ കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ എമൗണ്ട് കൊടുക്കുക. പക്ഷെ അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കൊടുക്കുന്നത് ഒരു ഗ്രൂപ്പിനാണ് കൊടുക്കുന്നത്. ഒരു മൊത്തം ഒരു ഗ്രൂപ്പ് എത്രത്തോളം ഔട്ട്പുട്ട് ഉണ്ടാക്കി അതിനനുസരിച്ചിട്ട് അവർക്ക് എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഇൻസെൻറ്റീവ് കൊടുക്കും. ഓക്കെ, അപ്പോൾ യൂഷ്വലി അത്തരത്തിലുള്ളൊരു ഓഫർ എംപ്ലോയീസിന് വെച്ച് കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി അതൊരു എക്കണോമിക് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എംപ്ലോയീസ് കൂടുതൽ വർക്ക് ചെയ്യും, കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കുകയും ചെയ്യേണ്ടതായിരുന്നു, അല്ലേ, യൂഷ്വൽ സിനാരിയോയിൽ. പക്ഷേ ഈ എക്സ്പെരിമെൻറ്റിൽ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്തരത്തിൽ എല്ലാവരും കൂടുതൽ വർക്ക് ചെയ്ത് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാളും കുറവായിട്ടുള്ള ഔട്ട്പുട്ടാണ് അവിടെ കിട്ടിയത്. അത്രയും കുറച്ചാണ് വർക്ക് ചെയ്തത്. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നോക്കിയപ്പോൾ ഓരോ ഓർഗനൈസേഷനിലും അവർ കണ്ടുപിടിക്കാൻ പറ്റിയ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഒരു ഫോർമൽ ഓർഗനൈസേഷൻ. ഈ ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഏതെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു വ്യക്തി, ഇപ്പം ഞങ്ങളൊരു ഗ്രൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിലൊരു വ്യക്തി കൂടുതലായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവരെ കളിയാക്കുമല്ലേ, ഓ അവന് കുറച്ച് ആത്മാർത്ഥത കൂടുതലാണ് കമ്പനിയോട്, അങ്ങനെ ഓപ്പണായിട്ട് തന്നെ അയാളെ കളിയാക്കും. എന്തിനാ കളിയാക്കുന്നത്? അത്തരത്തിൽ ഒരു നോം സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൂടി ഒരു നിയമം, ഒരു അനൗപചാരികമായിട്ടുള്ള ഒരു നിയമം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആരും ഒരു പരിധിയിൽ കവിഞ്ഞ് ജോലി ചെയ്യേണ്ടതില്ല. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരെ ഒറ്റയ്ക്കാക്കുകയും അവരെ കളിയാക്കുകയും ഹ്യൂമിലേറ്റ് ചെയ്യുകയും ഹരാസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഹരാസ് ചെയ്യണതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ ഒരു 10-15 ഉള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് 1-2 ആൾക്കാർ കൂടുതലായിട്ട് ജോലി ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് എന്തിനാണ് അങ്ങനെ ഒരു ഇൻഫോർമലായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, 2-3 ആൾക്കാർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിന് വളരെ എളുപ്പമാണ്. ഓക്കെ, എ ചെയ്യുന്നുണ്ട്, ബി ചെയ്യുന്നുണ്ട്, സി ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് മറ്റുള്ള ആൾക്കാർക്ക് ചെയ്തുകൂടാ? ഈ ഒരു ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കാൻ വേണ്ടി ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള കുറേ നമുക്കറിയാമല്ലോ അല്ലേ, ഓരോ വർക്കിംഗ് ഗ്രൂപ്പിലും കുറച്ച് ഒരു ലീഡർഷിപ്പുള്ള, ഭയങ്കരമായിട്ടുള്ള ഒഫൻസീവായിട്ടുള്ള, ചിലപ്പോൾ അഗ്രസീവായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. അവർ ഒരു അൺഒഫീഷ്യൽ ലീഡർഷിപ്പ് ഏതൊരു ടീമിലും ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ ടീച്ചേഴ്സ് പറയുന്ന രീതിയിൽ ഉള്ള ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ ടീച്ചേഴ്സിന് നിർദ്ദേശം കൊടുക്കുന്നു, മിണ്ടരുത്, ക്ലാസ്സിൽ മിണ്ടരുത്, അതാണ് ഇതാണ്. ടീച്ചേഴ്സ് പോയി കഴിഞ്ഞാൽ ആ ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ വേറെ ആൾക്കാരുണ്ടാവും. അവർക്ക് ടീച്ചേഴ്സിൻ്റെ ആ ഒരു നോംസിലല്ലല്ലോ അവരുടെ വർക്കിംഗ്. അത് വളരെ എന്താ പറയുക,
ആരാണോ അതിൽ എന്താ പറയുക കയ്യൂക്കുള്ളത് അവർ എടുക്കുന്ന ഒരു അൺഒഫീഷ്യൽ ലീഡർഷിപ്പ് ഉണ്ട്. ഇത് എല്ലായിടത്തും ഉണ്ട്. കോളേജിലായാലും ശരി, നിങ്ങൾ ഏത് ഓർഗനൈസേഷനിൽ പോയാലും ഇത്തരത്തിലുള്ള ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻ്റെ എയിം എന്ന് പറയുന്നത് എപ്പോഴും ഒറിജിനൽ ഫോർമൽ ഓർഗനൈസേഷൻ്റെ അവരുടെ ഗോൾസുമായിട്ട് മാച്ച് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞല്ലോ, കമ്പനി എന്താണ് ഉദ്ദേശിക്കുന്നത്? കമ്പനി കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആ ഇൻഫോർമൽ ലീഡർഷിപ്പിൻ്റെ അല്ലെങ്കിൽ ഇൻഫോർമൽ ഗ്രൂപ്പിൻ്റെ ആവശ്യം എന്താണ്? എല്ലാ ആൾക്കാർക്കും ജോലി വേണം, എല്ലാവരും സാവധാനം ജോലി ചെയ്യണം. അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവർ ഉണ്ടാക്കുകയാണ്. അതിനാണ് എന്ത് ചെയ്യുന്നു, ഒരാൾ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ അയാളെ കളിയാക്കുകയും കുറവ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെയും കളിയാക്കുകയും ഒരു സൂപ്പർവൈസറിൻ്റെ അടുത്തൊക്കെ കൂടുതലായിട്ട് സംസാരിക്കുകയും അവരോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ അവരെ വേറെ രീതിയിൽ പേരിട്ട് വിളിച്ച് കളിയാക്കുകയും അങ്ങനെ അത്തരത്തിലൊരു ഹരാസ്മെൻറ്റ്, ഹ്യൂമിലിയേഷൻ ആ തരത്തിലൊക്കെ തൊഴിലാളികളെ ഒറ്റപ്പെടുത്തും. ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഫോർമലായിട്ട് ഒരു ടീം ലീഡറോ അല്ലെങ്കിൽ ഒരു മാനേജറോ മാത്രം പോരല്ലോ. നമുക്ക് എപ്പോഴും വർക്ക് ചെയ്യുന്നത് ആരൊപ്പമാണ്? നമ്മുടെ കൊളീഗ്സിൻ്റെ ഒപ്പമാണ്. ഓക്കെ, അപ്പോൾ കൊളീഗ്സിൻ്റെ ഒപ്പം നിൽക്കാനുള്ള ഒരു വ്യഗ്രത കൊണ്ട്, ഒരു സോഷ്യൽ ഇൻസെക്യൂരിറ്റി കൊണ്ട് എന്ത് ചെയ്യും, ആ എന്താ പറയുക, ഇൻഫോർമൽ ഗ്രൂപ്പിൻ്റെ നോംസിനോട് കംപ്ലൈ ചെയ്യാനാണ് ആര് കൂടുതലായിട്ട് താല്പര്യപ്പെടുക? എംപ്ലോയീസ് കൂടുതലായിട്ട് താല്പര്യപ്പെടുക, അല്ലേ? അപ്പോൾ ആരെങ്കിലും ചോദിക്കാമോ, നിനക്ക് ഭയങ്കര ആത്മാർത്ഥതയാണല്ലോ എന്ന് കളിയാക്കിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതെ എനിക്ക് ആത്മാർത്ഥതയുണ്ട്, ഞാൻ ജോലി ചെയ്യും, അങ്ങനെ ആരും പറയില്ലല്ലോ. അത് അപ്പോൾ എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കാൻ, ഞാൻ അങ്ങനെ ചെയ്തതല്ല, എന്തെങ്കിലും ഒരു ഒഴിവ് കഴിവ് പറഞ്ഞ് ഒരു ഇൻഒഫീഷ്യൽ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഇൻഫോർമൽ ഗ്രൂപ്പിൻ്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട് എംപ്ലോയീസ് എല്ലാവരും ശ്രമിക്കും. ഓക്കെ, ഈ ഒരു സംഭവത്തിനാണ് ഈ ബാങ്ക് വയറിംഗ് എക്സ്പെരിമെൻ്റ് കൂടുതലായിട്ട് പഠിച്ചത്. ഓക്കെ, അപ്പം അതിൽ എങ്ങനെയാണ് ഇവർ ഇത്തരത്തിലുള്ള സോഷ്യൽ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ആൾക്കാർ ഇതിൽ ഒരു എന്താ പറയുക ഒരുമിച്ച് കൂട്ടുന്നത് എന്നുള്ളതിൻ്റെ ഈ എന്താ പറയുക വിളിക്കുന്ന പേരുകളാണ്. വൺ ഷുഡ് നോട്ട് ടേൺ ടു മച്ച് വർക്ക് ഇഫ് വൺ ഡസ് ഹി ഈസ് എ റേറ്റ് ബസ്റ്റർ. അതായത് ഒരുപാട് വർക്ക് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ ഇവരെ ഹ്യൂമിലേറ്റ് ചെയ്യുന്നത് റേറ്റ് ബസ്റ്റർ എന്നുള്ള ഒരു വാക്ക് പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ വൺ ഷുഡ് നോട്ട് ടേൺ ഔട്ട് ടു ലിറ്റിൽ വർക്ക്. ഒരുപാട് വളരെ കുറവ് ജോലി ചെയ്യാനും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് അവൻ മുതലെടുക്കുകയാണല്ലോ. ആ ഒരു ടീമിൻ്റെ എഫേർട്ടിനെ മുതലെടുത്തുകൊണ്ട് ഒന്നോ രണ്ടോ ആൾക്കാർ വളരെ കുറവ് ജോലി ചെയ്ത് അവരുടെ ഫ്രീ ടൈം എൻജോയ് ചെയ്യുകയാണെങ്കിൽ അതും അവർ ആ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. അപ്പോൾ അയാളെ വിളിക്കുന്ന പേരാണ് ചെസ്ലർ. അതുപോലെ വൺ ഷുഡ് നോട്ട് ടെൽ എ സൂപ്പർവൈസർ എനിത്തിങ് നെഗറ്റീവ് അബൌട്ട് എൻ അസോസിയേറ്റ്. ഇപ്പോൾ ഒരു എംപ്ലോയീസിൽ ആരിനെങ്കിലും കുറിച്ച് അവരുടെ കുറ്റങ്ങൾ സൂപ്പർവൈസർ എടുത്ത് പറഞ്ഞ് കൊടുക്കുന്നവരെ നമ്മൾ സ്ക്വീലർ എന്നാണ് വിളിക്കുക. അങ്ങനെ സ്ക്വീലർ എന്ന് വിളിക്കുക. അത്തരത്തിൽ ഏതെങ്കിലും പേരുണ്ടാവാം. ചിലപ്പോൾ വെറും നോട്ടങ്ങളായിരിക്കാം, ചിലപ്പോൾ ഒരു കളിയാക്കുന്ന രീതിയിലായിരിക്കാം. ഇൻഫോർമൽ ഓർഗനൈസേഷൻ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എന്താ പറയുക ഈ ഒരു പേര് അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ചിലപ്പോൾ വളരെ മോശമായിട്ടുള്ള പേരുകളായിരിക്കാം ഓരോ സ്ഥലത്തും അങ്ങനെ ഇട്ട് കൊടുക്കുക ആൾക്കാർക്ക്. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും നോട്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡയറക്റ്റ് മീനിങ്ങിലുള്ള സംസാരത്തിലോ ഇങ്ങനെയൊക്കെയാണ് എംപ്ലോയീസ് ഇൻഫോർമൽ ആയിട്ടുള്ള ഇതിൽ ചെയ്യുന്നത്. അനുപമ ഹാൻഡ് റൈസ് ചെയ്തെന്ന് ചോദിക്കാനാണോ അതോ അബദ്ധവശാൽ റൈസ് ചെയ്താണോ? അല്ല സർ, ഇപ്പം ഈ സ്ക്വീലർ എന്ന് പറഞ്ഞില്ലേ, അത് കോവർക്കേഴ്സ് സൂപ്പർവൈസറോട് പറഞ്ഞു കൊടുക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത്? അതെ. വൺ ഷുഡ് നോട്ട് ടെൽ എ സൂപ്പർവൈസർ എനിത്തിങ് നെഗറ്റീവ് അബൌട്ട് ആൻ അസോസിയേറ്റ്. അതായത് ഒരു ടീമിൽ 10 ആൾക്കാരുണ്ടെങ്കിൽ ആ 10 ആൾക്കാരിൽ ഒരാൾ സൂപ്പർവൈസറോട് വേറൊരാളെ കുറിച്ച് കുറ്റം പറയാൻ പാടില്ല. ഓക്കെ, അല്ല അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ല, ഞാൻ കരുതിയത് ഇപ്പം സൂപ്പർവൈസർ റാങ്കിലുള്ള തന്നെ അതേ ലൈനിലുള്ള വേറെ ഈ സൂപ്പർവൈസേഴ്സ് പോലെ ഉള്ളവരുണ്ടല്ലോ, അവര് ഇതേപോലെ കീഴുദ്യോഗസ്ഥനെ കുറിച്ച് പറയുന്നതാണോ എന്നാണ് ഞാൻ, അങ്ങനെയാണോ എന്ന് ഇല്ല. അത് അങ്ങനെ അല്ലാതിരിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സൂപ്പർവൈസേഴ്സ് എന്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്? അവരൊരു ഫോർമൽ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്.
ഓക്കെ. ഓക്കെ. അപ്പൊ അത്തരത്തിൽ ഫോർമൽ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് യെസ് അവരുടെ ഇടയിലും ഇൻഫോർമാലിറ്റി ഉണ്ടായിരിക്കാം. പക്ഷെ ഇതിൽ വളരെ പ്രത്യേകിച്ച് പറയുന്നത് ഈ ഒരു വർക്കർ എന്നുള്ള രീതിയിൽ, ഏറ്റവും ബേസ് ലെവൽ വർക്കർ എന്നുള്ള രീതിയിൽ അവരെങ്ങനെയാണ് അവരുടെ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ. ഓക്കെ. മനസ്സിലായി സർ. ഓക്കെ. അപ്പൊ ഇത്തരത്തില് ഈ പറഞ്ഞ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എല്ലാ സ്ഥലത്തും ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ഈ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണ് ആക്ച്വലി ഈ പ്രൊഡക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ എന്താ ചെയ്യുന്നത് ഇവര്, ഒരു ഗ്രൂപ്പ് ഇൻസെന്റീവ് പ്ലാൻ അനൗൺസ് ചെയ്തു കമ്പനി. എന്നാൽ അതിനോട് കംപ്ലൈ ചെയ്യാൻ ഇൻഫോർമൽ ഓർഗനൈസേഷൻ അത് തയ്യാറായില്ല. അവരെന്ത് ചെയ്തു, ഒരു നോർമൽ ഔട്ട്പുട്ടിനേക്കാളും ലെസർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് കമ്പനിയിൽ അവർക്ക് കൊടുത്തിരുന്നത്. ഇനി അതിനെ ഈ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷനെ മാറ്റിക്കൊണ്ട് ആരെങ്കിലും അതിനെ മാറ്റി ഏതെങ്കിലും കൂടുതലായിട്ട് ഇവര് എന്താ പറയുക വർക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെ ഹരാസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഹ്യൂമിലിയേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ കൺട്രോളിൽ വരുത്തുന്ന ഒരു രീതി ഉണ്ട്. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയല്ലേ? എല്ലാ കമ്പനികളിലും ഇങ്ങനെ കാണാൻ പറ്റുമല്ലോ. ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ എല്ലായിടത്തും ഉണ്ടാവും. ഒരു ഹോസ്പിറ്റൽ ആയാലും ശരി, ഒരു എന്താ പറയുക ടീച്ചേഴ്സ് ആയാലും ശരി, ഫാക്ടറി ആയാലും ശരി, IT എംപ്ലോയീസ് ആയാലും ശരി, എപ്പോഴും ഒരു ഫോർമൽ എന്താ പറയുക ഓർഗനൈസേഷൻ്റെ അതേ ലൈനിൽ തന്നെയാണോ അവിടുത്തെ എംപ്ലോയീസും പറയാം. മാനേജറോ അല്ലെങ്കിൽ വലിയ വലിയ ഓപ്പറേഷൻ മാനേജേഴ്സൊക്കെ വന്ന് സംസാരിച്ച് അവര് എന്താ പറയുക പോയി കഴിഞ്ഞാൽ അവരെ കുറ്റം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അല്ലേ? അത് ഇയാൾ പറയുന്ന പോലെയല്ല കാര്യങ്ങൾ, നമുക്ക് ഇതൊക്കെ ചെയ്തിട്ട് നമ്മളെ പറ്റിക്കാനാണ്, ഇതൊന്നും വേണ്ട, നമുക്ക് നമ്മൾക്ക് നമ്മുടെ രീതിയിൽ തന്നെ പോയാൽ മതി എന്നുള്ള ഇതുണ്ടല്ലോ. ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ വരും. ഓക്കെ. അപ്പൊ ഇത് ആദ്യമായിട്ട് പഠിച്ചതും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എഴുതിയ ആളാണ് എൽട്ടൺ മേയോ. ഹോത്തോൺ സ്റ്റഡീസിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് കൂടുതലായിട്ട് വന്നത്. ഓക്കെ. ഇനി മേയോ എന്താണ് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് പല തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് എമർജ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ലീഡായിട്ടുള്ള ഇപ്പൊ എക്സ്പെരിമെന്റ് ഒരുപാട് പേര് കൂടിയിട്ടാണ് നടത്തിയത്. ഇപ്പൊ ഇതിന് ലീഡ് ചെയ്തിട്ടുള്ള എൽട്ടൺ മേയോ എന്തൊക്കെ കൺക്ലൂഷനാണ് ഇതിൽ വരുത്തിയത് നോക്കിയത്. One should not miss the human aspect of the organization while emphasizing the technical and economic aspect of the industries. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തതാണ്. ഒരു ഹ്യൂമൻ ആസ്പെക്റ്റ് ഒരു സമയത്തും നമുക്ക് മിസ് ചെയ്യാൻ പാടില്ല. കമ്പനിയിൽ നമ്മൾ വെറും നിയമങ്ങൾ എഴുതിയിട്ട് ഫോർമലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല കമ്പനിയിൽ നടക്കുന്നത്, ഇൻഫോർമൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ്മെന്റ് മിസ്സാവും. ഓക്കെ. The Hawthorne experience suggested a new mix of managerial skills. In addition to the technical skills, the management should handle the human situations, motivate, lead and communicate with the workers. In addition to technical skills എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസിക്കൽ തിയറീസിൽ പഠിച്ചിട്ടുള്ള ടെക്നിക്കൽ സ്കിൽസ് അത് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. മറിച്ച് വേറെ മാനേജ്മെന്റ് സ്കില്ല് വേണം. ഹ്യൂമൻ സിറ്റുവേഷൻസ്, അവരുടെ മോട്ടിവേഷൻസ്, അവരെ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള ധാരണ നല്ലോണം ഒരു മാനേജർക്കോ അഡ്മിനിസ്ട്രേറ്റർക്കോ ആവശ്യമാണ്. They also felt that overemphasis on the technical progress and material life at the expense of social and human life was not good. ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പണം എന്നുള്ള രീതിയിൽ എല്ലാത്തിനും ഇൻസെൻറ്റീവ്സ്, എല്ലാത്തിനും സാലറിയുടെ ഒരു ഗ്രേഡ് അത് മാത്രം നോക്കിയിട്ട് ഒരു കാര്യമില്ല. അതിൽ ഒരു എന്താ പറയുക സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ലൈഫ് നോക്കേണ്ടതുണ്ട്. അതില്ലാതെ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള മാനേജ്മെൻറ്റീരിയൽ ആക്ടിവിറ്റി നടത്തി കഴിഞ്ഞാൽ അത് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല. The concept of authority should be based on social skills in securing cooperation rather than expertise.
ഇത് പുതിയൊരു പാഠമാണ്. നമുക്ക് ക്ലാസിക്കൽ തിയറീസിൽ ഒരു സമയത്തും സോഷ്യൽ സ്കിൽസ് ചെറുതായിട്ടൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ ഒരു സോഷ്യൽ സ്കിൽസ് വേണം. ഒരു സ്കില്ലായിട്ട് തന്നെ ഒരു എന്താ പറയുക, ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുന്നത് സ്കില്ലായിട്ട് തന്നെ പറയുന്നത് മേയോ ആണ് പറയുന്നത്. ഹ്യൂമൻ റിലേഷനിലാണ് പറയുന്നത്. സെക്യൂറിങ് കോഓപ്പറേഷൻ റേദർ ദാൻ എക്സ്പെർട്ടൈസ്. ഓക്കെ, അടുത്തത് ഈ ഹോത്തോൺ സ്റ്റഡീസിന്റെ പ്രിൻസിപ്പൽ കൺക്ലൂഷൻ. അത് മേയോന്റെ മാത്രം കൺക്ലൂഷനാണ്, ഇത് മൊത്തം സ്റ്റഡിയുടെ കൺക്ലൂഷനാണ്. ദ റിസൾട്ട്സ് ഓഫ് Hawthorne experiments and subsequent studies led to the discovery of the informal organization and to the inference to the social and psychological factors at the work are the major determinants of workers' satisfaction and organizational output. However, Fritz Riethesberger, the principal research associate of Mayo, arrived at a different conclusion. According to him, Hawthorne studies revealed that primary group had as much, if not greater, impact on productivity as formally physical surroundings and economic benefits derived from the job. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഒരു വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ഇൻഫോർമൽ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു ഇതാണ്. അവരിൽ തന്നെ ഒരു ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഗ്രൂപ്പായിട്ട് തന്നെ വേണമെന്നില്ലല്ലോ. അപ്പോൾ അതിൽ അവരുടേതായിട്ടുള്ള ഒരു ഇമ്പാക്റ്റും വളരെ പ്രധാനപ്പെട്ടാണ്, ഫിസിക്കൽ സറൗണ്ടിങ്സിനെയും എക്കണോമിക് ബെനിഫിറ്റ്സിനെയും ഒക്കെ അപേക്ഷിച്ച്. അതേപോലെ തന്നെ നിഗ്രോ remarked that it was upon the foundation laid by discoveries of Mayo's team that human relations school or movement of later years was constructed. Nigro continue on the applied level, the movement's objectives were to provide management with the social and psychological insights needed to diagnose problems rooted in the informal organization and devise the appropriate interventions. Great emphasis was that thus placed on the development of human relation skills which would help supervisors effectively bridge the gap between the informal and formal organization. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഒരു സൂപ്പർവൈസറുടെ സ്കില്ല് ചില സ്ഥലങ്ങളിൽ ഇന്റർവെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ ഏത് തരത്തിലാണ് അതിൽ ഇന്റർവെൻഷൻ ചെയ്യുന്നത്. കാരണം വളരെ പ്രധാനപ്പെട്ടത് ഈ ഇൻഫോർമൽ ഗ്രൂപ്പിന്റെ ഈ നിയമങ്ങളൊക്കെ ഒരു ഡിസ്കഷനിൽ വരൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഓക്കെ, ഒരു സൂപ്പർവൈസർ ചോദിക്കുകയാണ്, ഓക്കെ ഇന്നലെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഞാൻ ഇത്രയും വർക്ക് തന്നു, അത് ചെയ്തില്ല, അതിനെന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെപ്പോഴെങ്കിലും പറയും, ഓക്കെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വേറെ ഒരു പ്ലാൻ ഇട്ടു, എന്നിട്ട് ആ പ്ലാനിനനുസരിച്ച് ഞങ്ങൾ വർക്ക് കുറച്ച് ചെയ്തു, അഥവാ കൂട്ടിയ ആൾക്കാരെയൊക്കെ ഞങ്ങൾ ഹരാസ് ചെയ്യാനും അവരെ കളിയാക്കാനും ഒക്കെ ഞങ്ങൾ നിന്നു, അതുകൊണ്ട് ആണ് ഈ ഗ്രൂപ്പ് ഇത് കുറഞ്ഞത് എന്ന് ഇവർ പറയും. ഒരിക്കലും പറയില്ല അല്ലേ. അപ്പൊ അതെന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഇവിടെയാണ് ഒരു സൂപ്പർവൈസറുടെ കഴിവ് വേണ്ടത്. ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ എങ്ങനെ പോയാലും ഇതിനുള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള ഇന്റർവെൻഷൻ ഏത് രീതിയിലാണ് വർക്ക് ചെയ്യേണ്ടത്. ഇനി അവരോട് നേരിട്ട് ഒരു യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എനിക്കറിയാം ഇവിടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അതാണ് ഇതിന് പ്രശ്നം എന്നുള്ളതല്ല. അപ്പൊ അവരുടെ ഇത്തരത്തിലുള്ള ഇൻഫോർമൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ കാരണം എന്തെങ്കിലും അവരുടെ ആങ്സൈറ്റി ആയിരിക്കും. ചിലപ്പോൾ ഓക്കെ കുറെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും നമ്മളെ കൊണ്ട് അതേ ജോലി ചെയ്യിപ്പിക്കും വിത്തൗട്ട് എനി ഇൻസെന്റീവ്സ്, അതൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ അതിനെ അഡ്രസ്സ് ചെയ്യണം സൂപ്പർവൈസർ. അതേപോലെ തന്നെ ഇനി ഒരു 10 പേരുള്ള ഒരു വർക്കില് 3-4 പേര് നന്നായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഔട്ട്പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പൊ ചിലപ്പോൾ ഒരു 3-4 പേര് ഏറ്റവും വർക്ക് കുറയുന്ന ആൾക്കാരെ ഒഴിവാക്കി വെക്കാം. ഓക്കെ, അപ്പൊ അതൊരു വെറിയാണ്, ആങ്സൈറ്റിയാണ്. ഇത്തരത്തിലുള്ള ആങ്സൈറ്റിയുടെ മുകളിലാണ് ഈ ഇൻഫോർമൽ ഓർഗനൈസേഷൻ വേറെ ഗോൾ സെറ്റ് ചെയ്യുന്നത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി സൂപ്പർവൈസേഴ്സ് ഇന്റർവെൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോഴാണ് ഓർഗനൈസേഷന് എന്താ പറയാ അത്തരത്തിലുള്ള തടസ്സങ്ങളെ മുന്നോട്ട് മാറ്റാൻ പറ്റും, മീൻസ് തടസ്സങ്ങൾ നീക്കി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അനുപമ എന്താ സർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും? ഇല്ല, കൈ തട്ടി ഞാൻ കണ്ടില്ല സർ, സോറി. നോ പ്രോബ്ലം.
Okay, based on Hawthorne studies, scholars have identified following concept. ഈ സോഷ്യൽ നോംസ് ഞാൻ ഇതൊക്കെ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നില്ല. ഒരു സോഷ്യൽ നോം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ ഒരു നോമാണ് കേട്ടോ. ദ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ സോഷ്യൽ നോംസ്. Principle of administration such as division of work and or physiological capability of the worker are not critical factors in the productivity. അത് നമുക്ക് ഊഹിക്കാമല്ലോ അല്ലെ. ഒരു സോഷ്യൽ നോം അവരെങ്ങനെ സെറ്റ് ചെയ്തു എന്നതിനനുസരിച്ചിരിക്കും അതിൻ്റെ എഫക്ടിവിറ്റി പ്രൊഡക്ടിവിറ്റി. നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലായ്മ ഇതിനേക്കാൾ കൂടുതൽ ഒരു ഇൻഫോർമൽ ഗ്രൂപ്പ് സെറ്റ് ചെയ്യുന്ന സോഷ്യൽ നോംസ് അനുസരിച്ചിരിക്കും. ദി ഗ്രൂപ്പ് ഇതും പറയുന്നതാണ്. ഗ്രൂപ്പ് സ്റ്റാൻഡേർഡ്സ് ആർ മേജർ ഇൻഫ്ലുവൻസ് on the behavior of individuals in the organization. Workers do not act or react as individuals, but they do as members of the group. Group set standard of productivity and enforce them upon all groups. All group members. The group also provide a shield against executive reprisals. In both ways, informal group act as a restrained ഓൺ എക്സിക്യൂട്ടീവ് പവർ. ഇത് നമ്മൾ പറഞ്ഞതിൽ ഉൾക്കൊള്ളുന്നതാണ്. അതായത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടല്ല ഒരു വർക്ക് എൻവയോൺമെന്റിൽ അവർ റിയാക്ട് ചെയ്യുക, ഒരു ഗ്രൂപ്പിലെ മെമ്പർ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ ഗ്രൂപ്പിലെ മെമ്പർ എന്തിനാണ് ആ ഗ്രൂപ്പിലെ മെമ്പർ ആവുന്നത്? പല സമയത്തും ഈ എക്സിക്യൂട്ടീവ് റിപ്രസൽസ് വരുമ്പോൾ ഒരാളെ ഒഴിവാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഒരാളെ ഒറ്റപ്പെടുത്താനോ ഒക്കെ വരുമ്പോൾ ഈ ഗ്രൂപ്പ് അവരുടെ ഹെൽപ്പിനുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവരിത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ബിഹേവിയറിൽ ഇത്തരത്തിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും ഈ എൻഫോഴ്സ് ചെയ്യാനും ഗ്രൂപ്പിന് കഴിവുണ്ടായിരിക്കും. റിവാർഡ്സ് ആൻഡ് സാങ്ഷൻസ്. അടുത്തത്, ഇൻസ്റ്റെഡ് ഓഫ് എക്കണോമിക് ഇൻസെൻറ്റീവ്സ്, നോൺ എക്കണോമിക് റിവാർഡ്സ് സച്ച് എസ് സോഷ്യൽ റിവാർഡ്സ്, ഗ്രൂപ്പ് സാങ്ഷൻസ് ആർ സ്ട്രോങ് ജോബ് motivators. They play a significant role in guiding the behavior of the workers. Supervision. Supervision is the most effective when the supervisors involve and consult the group and its informal leaders in order to ensure their acceptance of the organizational objectives. Human relations scholars believe that effective communication, supplemented by the willingness to allow the workers to participate in decision making, is the key എഫക്റ്റീവ് സൂപ്പർവിഷൻ. ഓക്കെ, ഇതിനും വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ പറയുന്നത് ഒരു ജനാധിപത്യപരമായി ഡെമോക്രാറ്റിക് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കണം എന്ന്. ഇവിടെയാണ് അതിൻ്റെ പോയിന്റ് വരുന്നത്. നിങ്ങൾ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തില്ല, വർക്കേഴ്സിന്റെ ട്രസ്റ്റ് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇതേ പ്രശ്നം സംഭവിക്കും. ഇൻഫോർമൽ ഗ്രൂപ്പ് വളരെ സ്ട്രോങ് ആവും. അതേപോലെ തന്നെ ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവിന് എതിരെ ഈ ഗ്രൂപ്പിന്റെ ഒബ്ജക്റ്റീവ് വരും. ഈവൻ അവർ ഒരുപക്ഷെ നല്ല ബെനിഫിറ്റ് എടുക്കുന്ന ആൾക്കാരായിരിക്കും. എംപ്ലോയീസ് ആണെങ്കിൽ അവർ സാലറി കൊടുക്കുന്നത് ഓർഗനൈസേഷനാണ്, എന്നാൽ കൂടി അത് എതിരായിട്ടായിരിക്കും. ഏതെങ്കിലും മറ്റേ പൊളിറ്റിക്കൽ പാർട്ടി അത്തരത്തിലുള്ള പബ്ലിക് ഇതിലാണെങ്കിൽ തന്നെ ഇവർക്ക് ആ ഗ്രൂപ്പിലെ ഓർഗനൈസേഷന്റെ മെമ്പറായിട്ട് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ കൂടി ആ ഓർഗനൈസേഷനെതിരെ ഒരു ഇൻഫോർമൽ ഗ്രൂപ്പ് അതിൽ ഫോം ചെയ്യും. അത് വളരെ ശ്രദ്ധയോടെ ഒരു അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ മാനേജറോ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾ. ആക്ച്വലി ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഈ ഇൻഫോർമൽ ഗ്രൂപ്പിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ഒരു കഴിവ് എന്നുള്ളത്. Okay. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ. വർക്കേഴ്സ് അച്ചീവ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് എഫക്റ്റീവ്നെസ് വെൻ ദേ ആർ അലൗഡ് ടു മാനേജ് ദെയർ ഓൺ അഫയേഴ്സ് വിത്തൗട്ട് ബോസിസം ഫ്രം ദെയർ ഫോർമൽ സൂപ്പർവൈസേഴ്സ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഈ സൂപ്പർവൈസിങ് ഒക്കെ പഴയ കാലത്തെ ഒരു ബോസി ടൈപ്പ് ഒരു ഡെമോക്രാറ്റിക് ആയിട്ടൊക്കെ പോകുന്നത് അത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഹ്യൂമൻ റിലേഷൻ തിയറി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടിട്ടാണ് ഈവൻ ഇൻ ആർമിയിലാണെങ്കിൽ തന്നെ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് വലിയ വലിയ ഉദ്യോഗസ്ഥർ ആദ്യം തന്നെ ഈ ബേസ് ലെവലിലുള്ള ആൾക്കാരെ കൺസൾട്ട് ചെയ്യും. ഒരു തവണ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് എല്ലാവരും മേലെ എൻഫോഴ്സ് ചെയ്യാൻ അത്തരത്തിലുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ആയിട്ടുള്ള യൂണിറ്റുകൾക്ക് പറ്റും. പക്ഷെ ഡിസിഷൻ എടുക്കുന്നത് അത്രയും വലിയ എന്താ പറയുക ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആർമിയിലാണെങ്കിൽ കൂടി കൺസൾട്ടേറ്റീവ് ലെവലിലാണ് എടുക്കുന്നത്. ഓക്കെ,
ഡെപ്ത് ഓഫ് ഹ്യൂമൻ റിലേഷൻ തിയറി. ഈ പറഞ്ഞ ഹോത്തോൺ എക്സ്പെരിമെന്റ് ഒരു ഹ്യൂമൻ റിലേഷൻ തിയറിക്ക് കാരണമായി. From the various studies conducted of human relations school following essentials of theory emerge. എന്താണ് ഹ്യൂമൻ റിലേഷൻസ് തിയറിയുടെ എസെൻഷ്യൽസ് എന്നാണ് പറയുന്നത്. വർക്കേഴ്സ് ആർ ബേസിക്കലി സോഷ്യൽ ബീയിങ് ആൻഡ് ദേ മസ്റ്റ് ഫസ്റ്റ് ബി അണ്ടർസ്റ്റുഡ് as people if they are to be understood as an organization member. ആൾക്കാരെ വ്യക്തി എന്നുള്ള രീതിയിൽ അവരുടെ സോഷ്യൽ ഇൻട്രാക്ഷനും ആദ്യം മനസ്സിലാക്കണം. അപ്പോഴാണ് ഒരു ഓർഗനൈസേഷൻ മെമ്പർ എന്നുള്ള രീതിയിൽ നമുക്ക് അവരെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, their attitudes and effectiveness are conditioned by social demands from both inside and outside of the work situation. വർക്ക് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞാണ് വർക്കേഴ്സ് മേ റിയാക്ട് ടു മാനേജ്മെന്റ് ഓർ ദ ഓർഗനൈസേഷൻ ആൻഡ് ദ വർക്ക് ഇറ്റ് സെൽഫ് മെമ്പേഴ്സ് ഓഫ് ഗ്രൂപ്പ്സ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ റേദർ ദാൻ ആസ് ഇൻഡിവിജ്വൽസ്. ഇൻഡിവിജ്വലിനേക്കാൾ ഉപരി ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ മെമ്പേഴ്സ് ആയിട്ടാണ് വർക്ക് ആ തരത്തിൽ എല്ലാ സമയത്തും ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. The need of recognition, security, and sense of belongings is more important in determining a worker's morale and productivity than the physical ability or stamina and the physical condition. ഞാൻ നിങ്ങളോട് പറയാം, നമുക്ക് അറിയാലോ അല്ലേ, അതായത് എന്തുകൊണ്ടാണ് ഈ ഇൻഫോർമൽ ഓർഗനൈസേഷൻ വളരെ ഹോസ്റ്റൈൽ ആവുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പല സമയത്തുമുള്ള ഒരു ഒട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് ഉണ്ടല്ലോ, വരുന്നു ഇന്ന രീതിയിൽ ചെയ്യണം എന്ന് പറയുന്നു, പോകുന്നു, ഇവരെ കൺസൾട്ട് പോലും ചെയ്യുന്നില്ല. അപ്പം എന്തുണ്ടായിരിക്കും, ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്സ് ഇല്ല. ഞാനും അതേപോലെ തന്നെ എന്നെ ഭരിക്കുന്ന ആൾക്കാരും ഒരേ ഓർഗനൈസേഷന്റെ ഭാഗമാണ്. ഒരു യൂണിറ്റി ഇല്ല. കാരണം എന്താ വെച്ചാൽ അത്ര അടിച്ചമർത്തിയിട്ട് നിങ്ങൾ ഒരാളെടുത്ത് അത്രയും ബൂസി ടൈപ്പിൽ കമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ യാതൊന്നും കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ നമുക്കൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ്സ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ഒരു ഡിസ്കണക്ട് വരും. ഈ ഡിസ്കണക്ട് ആണ് പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് മാറുന്നത്. Non-economic factors, that is social rewards, sanctions, are significant in determinants of the workers' motivation and their level of job satisfaction. Economic incentives, by contrast, are less powerful as motivators on the job. അവരുടെ ഈ പറഞ്ഞ സോഷ്യൽ റെക്കഗ്നിഷൻ, റിവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻ, ഇതിലൊക്കെ ഉണ്ടാവുന്നതും പിന്നെ ഒരു നേരത്തെ പറഞ്ഞ ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെയാണ് എക്കണോമിക് ഇൻസെൻറ്റീവ്സിനേക്കാളും മുന്നിലേക്ക് നിൽക്കുന്നത്. ഇൻഫോർമൽ ഗ്രൂപ്പ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ, വീണ്ടും അത് കഴിഞ്ഞാൽ 2-3 തിയറീസിൻ്റെ ഇതിലൊക്കെ, ഇതിപ്പോൾ തിയറി മൊത്തമായിട്ട് അബ്സ്ട്രാക്ട് ചെയ്ത് പറയുമ്പോൾ പറഞ്ഞതാണ്. നേരത്തെ നമ്മളത് എങ്ങനെ എമർജ് ചെയ്തെന്ന് ഇത് പറഞ്ഞാണ്, അവരുടെ സാധനം തന്നെയാണ് ഈ എന്നാലും നിങ്ങൾ അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കൊണ്ടെങ്കിലും ഈ ഇൻഫോർമൽ ഗ്രൂപ്പ് എന്നുള്ള വാക്ക് എന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നോക്കണ്ട. ഓക്കെ, within the work planned exercise strong social control over the work habits and attitudes of the individual worker. Group standards strongly influence the behavior of the individuals in organization. ഗ്രൂപ്പ് ഇൻഫോർമൽ ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റാൻഡേർഡ്സ് വളരെയധികം വ്യക്തികളെ സ്വാധീനിക്കും. അതിന് ഒഴിവായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം എനർജി ആ വർക്കർ ഈ ഇൻഫോർമൽ ഗ്രൂപ്പിനെതിരെ നടത്തേണ്ടി വരും. വലിയ ബുദ്ധിമുട്ടായിരിക്കും നിൽക്കാൻ. പരമാവധി വ്യക്തികളെല്ലാവരും അതിനോട് കംപ്ലൈ ചെയ്യാണ് പതിവ്. കാരണം വെറുതെ എന്തിനാണ് ഒരു വെറുപ്പിക്കുന്നത് എന്നുള്ള നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അത് ഇവിടെ വർക്ക് ചെയ്യും. കാരണം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കേണ്ടത് നമ്മൾ ജോലി സ്ഥലത്താണല്ലോ. നമ്മൾ 8 മണിക്കൂർ 9 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ കൊളീഗ്സിനെ മുഴുവൻ നമ്മൾ ശത്രുക്കളാക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായിരിക്കും ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം? വളരെ മോശമായിരിക്കില്ലേ? അപ്പം അതുകൊണ്ട് ആരും അതിന് മെനക്കെടാറില്ല. The most effective style of supervision is created when the managers consult the work groups, their informal leaders, before introducing every change in the work schedule. Okay, informal leaders, അത് സൂപ്പർവൈസർ ഒരു കഴിവും കൂടിയാണ്. ഇൻഫോർമൽ ലീഡേഴ്സ് ആരാണ്? നിങ്ങൾക്ക് ഒരു മാനേജർ ആയി കഴിഞ്ഞാൽ നിങ്ങളോട് പറയണമെന്നില്ല ആരൊക്കെയാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് മറ്റുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്നത്. ഒന്നും നിങ്ങൾക്ക് ചിലപ്പോൾ റെഡിലി അവൈലബിൾ ആയിരിക്കില്ല. നിങ്ങളുടെ ഒബ്സർവേഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ചിലപ്പോൾ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കോൺവെർസേഷൻ നിങ്ങൾ മുമ്പിൽ വെച്ചിട്ട് കാണും.
അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇവൻ ആണ് കുറച്ചും കൂടി ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവനോട് കൺസൾട്ട് ചെയ്ത് ഇവൻ പറയുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ മീൻസ് ഞാനിതൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഈ ഇൻഫോർമൽ ലീഡേഴ്സ് പറയുന്നത് മുഴുവൻ കേട്ട് അവർ പറയുന്ന പോലെ ചെയ്യണം എന്നല്ല ഇതിൻ്റെ ഉദ്ദേശം. ആക്ച്വലി ഹ്യൂമൻ റിലേഷൻ തിയറി വന്നത് തന്നെ എഫക്റ്റീവ് മാനേജേഴ്സിന് വേണ്ടിയിട്ടാണ്, മാനേജ്മെൻറ്റ് എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് ആക്ച്വലി എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൺസൾട്ട് ചെയ്യുന്നതോടുകൂടി നമ്മൾ നോക്കൂ, നമ്മൾ പറയുന്നത് മുഴുവൻ മറ്റൊരാൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ പറയുന്നത് മുഴുവൻ കേട്ട് ഓക്കെ ശരിയാണ് എന്ന് പറഞ്ഞാൽ കൂടി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് ആണ് ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ്സ് ഒരു മാനേജറെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അവരുടെ ഗോളാണ് ഒരു മാനേജറെ സംബന്ധിച്ചുള്ള ഗോൾസ്. ഇൻഫോർമൽ ലീഡേഴ്സ് പറയുന്നതിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്യുക എന്നുള്ളതല്ല ഈ ഇൻഫോർമൽ ലീഡേഴ്സിൻ്റെ മീറ്റ് ചെയ്യാനും അവരോട് പ്ലാനിനെ കുറിച്ച് സംസാരിക്കാനും ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ചെയ്തത്. ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മുടെ സബ് കളക്ടർ ആ സമാധി പ്രശ്നത്തിലുണ്ടായപ്പോൾ അപ്പൊ ഈ ആ കുടുംബം എത്രത്തോളം ഹോസ്റ്റലായിട്ടാണ് നിന്നിരുന്നത്. അപ്പോൾ കളക്ടർ പോയിട്ട് അവർ പറയുന്നത് കേൾക്കല്ലല്ലോ ചെയ്തത്. പക്ഷെ അവരെ എന്താ പറയാ അവരുടെ കൂടി എന്താ പറയാ ഒരു കൺസൾട്ട് ചെയ്തുകൊണ്ട് അവരുടെ കൂടി കാര്യങ്ങൾ കേട്ടുകൊണ്ട്, എന്നാൽ നിയമത്തിന്റെ വഴി അത് നിയമമാണ് അവിടെ ഒരു ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്. ഓക്കെ, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് മരണ സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പൊ അത് നടത്താൻ വേണ്ടിയിട്ട് അവിടെ പോയി ബലം പ്രയോഗിക്കല്ലോ ചെയ്തത്. അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് എന്നിട്ട് ഒരു അദ്ദേഹത്തിന്റെ ഒബ്ജക്റ്റീവ് നടപ്പിലാക്കുകയാണ് ചെയ്തത്. ഓക്കെ, അതാണ് ലീഡറുടെ പവർ. നിങ്ങൾ ഒരിക്കലും ഇത് വായിച്ചിട്ട് പെട്ടെന്ന് വിചാരിക്കരുത് ഓക്കെ ലീഡർഷിപ്പ് ഈ ഇൻഫോർമൽ ലീഡേഴ്സ് പറയുന്നത് മുഴുവൻ കേട്ടിട്ട് നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുകയാണ്. പ്ലാൻ ഒരു സമയത്തും ഓർഗനൈസേഷന്റെ ചേഞ്ച് ആവലില്ല. ഓക്കെ, അത് പ്ലാൻ ചേഞ്ച് ആവുന്നത് ഇൻഫോർമൽ ലീഡേഴ്സ് പറയുമ്പോഴല്ല ചേഞ്ച് ആവുന്നത്, അത് മാനേജ്മെന്റ് ഡയറക്ടർ ബോർഡ് ചേഞ്ച് ആക്കുന്നതാണ്. കാരണം എന്തെങ്കിലും ജെന്യുവിൻ ആയിട്ടുള്ള കേസുകൾ ഇപ്പോൾ ഇൻഫോർമൽ ലീഡേഴ്സ് പറയുകയാണെങ്കിൽ അത് മുകളിലേക്ക് എത്തിച്ച് അതിനനുസരിച്ച് ചേഞ്ചസ്, അത് ജെന്യുവിൻ ആയിട്ടുള്ള കേസാണ്, അത് തിരുത്താൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അത് തിരുത്തും. അതല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കലേ ഉള്ളൂ. അല്ലാതെ അവർ പറഞ്ഞ് കേട്ട് ഓർഗനൈസേഷന്റെ കോഴ്സ് ഒന്നും ചേഞ്ച് ചെയ്യാൻ ഒരു അഡ്മിനിസ്ട്രേറ്റർ നിൽക്കാനും പാടില്ല. അങ്ങനെ ആകുമ്പോൾ ഒരു എലിജിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറില്ലല്ലോ. Okay, this style of management allows the workers to influence the decision that affect them, that leads to the highest level of effectiveness on the part of the workers. It not only prevents the alienation of workers but also helps to win their acceptance of the organizational goals. Okay, ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. ഇതിൽ ജസ്റ്റ് പറയുന്നുണ്ട് ദിസ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് അലൗസ് ടു ദ വർക്കേഴ്സ് ടു ഇൻഫ്ലുവൻസ് ദ ഡിസിഷൻസ്. ഈ വർക്കേഴ്സ് ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇതിന് കൊണ്ട് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ നിങ്ങൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വളരെ ജെന്യുവൻ ആയിട്ടുള്ള, ഓക്കെ, അവർക്ക് അത് എന്താ പറയുക ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ചില ചേഞ്ചസ് ആയിരിക്കും. അത് മാനേജ്മെന്റിന്റെ അവരുടെ റിവ്യൂവിൽ എത്തിക്കാനും ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതല്ലാതെ എന്ത് ഇൻഫോർമൽ ലീഡേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടോ അതുപോലെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതല്ല. ഓക്കെ, ക്ലാസിക്കൽ അപ്രോച്ചും ഹ്യൂമൻ റിലേഷൻ തിയറിയും തമ്മിലുള്ള ഒരു താരതമ്യമാണ്. The classical theory focuses on the structure, order, formal organization, economic factors, and rationality. The human relation theory identifies the informal groups as major explanation of the behavior in the organization. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. The classical theory emphasizes the formal organization structure consisting of job descriptions as spelled out in chart and manuals. In contrast, human relation theory is concerned with the informal organization, that is social relationships of individual workers within the organization. The classical theory takes the atomistic view of a man and consider workers as a various cogs in a machine. On the contrary, human relations theory considers workers essentially as a social being who react to the management organization and work itself as a members of the groups rather than as individuals. നേരത്തെ പറഞ്ഞതൊക്കെ ഒന്ന്
നമ്മൾ അതേ കോൺട്രാക്ട്സിൽ തന്നെയാണ് സംസാരിച്ചത്. ഇൻ ഡിറ്റർമിനിങ് ദ വർക്കേഴ്സ് മോട്ടിവേഷൻ, എക്കണോമിക് റിവാർഡ്സ് ആൻഡ് ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് ദ വർക്ക് ആർ റിഗാർഡഡ് ആസ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ബൈ ദ ക്ലാസിക്കൽ തിയറിസ്റ്റ്. ഇൻ കോൺട്രാസ്റ്റ് ടു ദ social psychological rewards and group sanctions are considered by the human relationist as important motivators to work. നേരത്തെ പറഞ്ഞ പോലെ ഈ എക്കണോമിക് റിവാർഡ്സ്, അതുപോലെ ഫിസിക്കൽ കണ്ടീഷൻ, ഇതൊക്കെയാണ് ക്ലാസിക്കൽ തിയറീസിൽ പറയുന്നത്. പക്ഷേ ഹ്യൂമൻ റിലേഷൻ തിയറിയിൽ സോഷ്യൽ സൈക്കോളജിക്കൽ റിവാർഡ്സ്, ഗ്രൂപ്പ് സാങ്ഷൻസ്, ഇതൊക്കെ കൺസിഡർ ചെയ്യും. ക്ലാസിക്കൽ തിയറി എംഫസൈസ് ദ അതോറിറ്റേറിയൻ സ്റ്റൈൽ ഓഫ് സൂപ്പർവിഷൻ, വൈൽ ഹ്യൂമൻ റിലേഷൻ തിയറി ലൈസ് എംഫസിസ് ഓൺ ദ ഡെമോക്രാറ്റിക് ടൈപ്പ് ഓഫ് സൂപ്പർവിഷൻ. ഇത് നമ്മൾ പറഞ്ഞതാണ്. സൂപ്പർവിഷൻ ഒരു എന്താ പറയുക, ഡെമോക്രാറ്റിക് ടൈപ്പിൽ ആയിരിക്കണം. ഇത്രയാണ് നമ്മൾ ഹ്യൂമൻ റിലേഷൻ തിയറിയിൽ പഠിക്കേണ്ടത്. ഹ്യൂമൻ റിലേഷൻ തിയറി എന്താണെന്ന് മനസ്സിലായത് നിങ്ങൾക്ക് ആ ക്ലാസിക്കൽ തിയറി നിങ്ങൾ പഠിച്ചു വന്നിരുന്നെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ ഇതിനു മുമ്പ് തന്നെ റിവിഷൻ വെച്ചത്. ഈ ക്ലാസിക്കൽ തിയറീസിലൊന്നും ഇത്തരത്തിൽ ഈ ഇൻഫോർമൽ ഗ്രൂപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ സോഷ്യൽ സാങ്ഷനെ കുറിച്ചോ സെൻസ് ഓഫ് ബീയിങ് ഓർഗനൈസേഷൻ അങ്ങനത്തെ ഒന്നും പറയുന്നില്ല അതിൽ. ഓക്കെ, ഇതിൽ ഒരു വ്യക്തി ജോലിക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു ഇൻഫോർമൽ ഗ്രൂപ്പിനെ കുറിച്ച്, അതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച്, അതിൻ്റെ സാങ്ഷൻസിനെ കുറിച്ച്, അതിൻ്റെ എന്താ പറയുക ഹോസ്റ്റലിറ്റീനെ കുറിച്ച്, അതേപോലെ തന്നെ ഒരു സൂപ്പർവൈസർ എന്ന രീതിയിൽ നമ്മൾ എങ്ങനെയാണ് അത്തരത്തിലുള്ളൊരു ഇൻഫോർമൽ ഗ്രൂപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, അവരെന്തൊക്കെ ഡാമേജ് ആണ് ഉണ്ടാക്കുന്നത്, അതോ അവരെന്തെങ്കിലും ജെന്യുവൻ ആയിട്ടുള്ള ഇഷ്യൂസ് റേസ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ ശ്രദ്ധിച്ച് ഇൻ്റർവെൻഷൻ നടത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ഇതൊക്കെയാണ് ഈ പറഞ്ഞ ഇതിൽ എന്താ പറയുക ഹ്യൂമൻ റിലേഷൻസ് തിയറിയിൽ പഠിക്കുന്നത്. ഈ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഒരു കാര്യം ഇതാണ്, നിങ്ങൾ ജോലി കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറിയാണ്. നിങ്ങൾ എങ്ങനെ പോയാലും ഒരു കമ്പനിയിൽ 4-5 ആൾക്കാരുടെ മുകളിൽ ഇരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല ധാരണ വേണം. ഇത്തരത്തിലുള്ള ധാരണ ഉണ്ടാകുമ്പോഴാണ് നിങ്ങളുടെ മാനേജ്മെന്റ് സ്കിൽസ് കൂടുതലായിട്ട് പോകുന്നത്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അവരൊന്നും പറയുന്നില്ല. അപ്പം ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം.